നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന് നേരെ ഒരു വർഷം മുൻപ് വധശ്രമം നടന്നതായി വെളിപ്പെടുത്തൽ. പൈപ്പ് ബോംബ് സ്ഫോടനത്തിൽ നിന്നും തലനാരിഴയ്ക്ക് കമലയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയെന്നാണ് വാർത്തകൾ. കഴിഞ്ഞ വർഷം ജനുവരി 6-നായിരുന്നു സംഭവം നടന്നത്. US പാർലമെന്റായ ക്യാപിറ്റോൾ മന്ദിരത്തിന് നേരെ അന്നത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുകൂലികൾ ആക്രമണം നടത്തിയിരുന്നു. വാഷിംഗ്ടണിലെ നാഷണൽ ഡെമോക്രാറ്റിക് കമ്മിറ്റി ആസ്ഥാനത്ത് അക്രമികൾ സ്ഥാപിച്ച 2 പൈപ്പ് ബോംബുകൾ സുരക്ഷാ സേന കണ്ടെടുക്കുകയും നിർവീര്യമാക്കുകയുമായിരുന്നു. സംഭവ സമയത്ത് കെട്ടിടത്തിലുണ്ടായിരുന്ന കമല ഹാരിസിനെ നിമിഷങ്ങൾക്കുള്ളിൽ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വാർത്ത. സംഭവം നടന്ന് ഒരു വർഷം തികഞ്ഞ ഇന്നലെ കമല ഹാരിസും ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഒരു ക്ലാസിഫൈഡ് സെനറ്റ് ഇന്റലിജൻസ് കമ്മിറ്റി ബ്രീഫിംഗിനായി താനന്ന് രാവിലെ ക്യാപിറ്റോളിൽ ഉണ്ടായിരുന്നുവെന്ന് കമല ഹാരിസ് പറഞ്ഞു. ബോംബ് കണ്ടെടുത്തത് അന്ന് വാർത്തയായെങ്കിലും കെട്ടിടത്തിൽ കമല ഹാരിസിന്റെ സാന്നിധ്യമുണ്ടായിരുന്നതായി ഇപ്പോഴാണ് വെളിപ്പെട്ടത്. സംഭവം നടന്ന പിറ്റേ ദിവസം തന്നെ ഒരു അമേരിക്കൻ മാധ്യമം കമലയ്ക്ക് നേരെ നടന്ന ബോംബ് ആക്രമണ ശ്രമം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അന്ന് കമല തന്നെ വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് നിഷേധിക്കുകയായിരുന്നു. പൈപ്പ് ബോംബ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് FBI അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെയായി ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ബോംബ് കൊണ്ടുവന്ന ആളുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടെങ്കിലും പിടികൂടുവാൻ കഴിഞ്ഞിട്ടില്ല. ക്യാപിറ്റോൾ ആക്രമണം നടന്ന തലേന്ന് രാത്രിയാണ് ബോംബ് വച്ചതെന്ന് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു. പ്രതിയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് $1,00,000 പാരിതോഷികം അന്വേഷണ ഏജൻസികൾ പ്രഖ്യാപിച്ചിട്ടും ഫലമുണ്ടായില്ല. ക്യാപിറ്റോൾ കലാപത്തിന് ഒരാണ്ട് തികയുന്ന ദിനത്തിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രസിഡന്റ് ജോ ബൈഡനും രംഗത്തെത്തി. രാജ്യത്തെ ജനാധിപത്യത്തെക്കാൾ ട്രംപിന് വലുത് വിജയമായിരുന്നുവെന്നും ക്യാപിറ്റോൾ ആക്രമിക്കാൻ പ്രേരിപ്പിച്ചവർ അമേരിക്കൻ ജനാധിപത്യത്തിന്റെ തൊണ്ടയിൽ കഠാര പിടിച്ചവരാണെന്നും ജോ ബൈഡൻ പറഞ്ഞു. ട്രംപ് അനുകൂലികൾ ആക്രമിച്ച നാഷണൽ സ്റ്റാച്യൂറി ഹാളിൽ നടന്ന പരിപാടിയിലായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതികരണം. 2021 ജനുവരി 6 ബുധനാഴ്ച അമേരിക്കയുടെ ജനാധിപത്യ ചരിത്രത്തെ സംബന്ധിച്ച് ഒരു കരിദിനമാണ്. 2020 തിരഞ്ഞെടുപ്പിൽ ജോ ബൈഡന്റെ ഇലക്ട്രൽ വോട്ട് വിജയം സാക്ഷ്യപ്പെടുത്താനായി US ക്യാപിറ്റലിൽ സംയുക്ത സമ്മേളനം ചേർന്നതിനു ശേഷമുണ്ടായ കാര്യങ്ങൾ ലോകജനത ഇന്നും മറന്നു കാണില്ല. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പല നീക്കങ്ങളും സമ്മർദ്ദങ്ങളും വിഫലമായ ദിനമായിരുന്നു അന്ന്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെന്ന വസ്തുത അംഗീകരിക്കാതെ ട്രംപ് അനുകൂലികൾ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധവുമായി അതിക്രമിച്ചു കയറി. കലാപത്തിന് ആഹ്വാനം ചെയ്തതിന് ട്രംപിനെ ഇംപീച്ച് ചെയ്തു. ക്യാപിറ്റോൾ ആക്രമണത്തിൽ 5 പേർ മരിച്ചു. ആ ഇരുണ്ട ദിനത്തിന്റെ ശേഷിപ്പ് ഒരാണ്ടിനിപ്പുറവും അമേരിക്കയുടെ ചരിത്രത്തിൽ മായാതെ കിടക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.